അന്ന് സഞ്ചാരി എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കാൻ വന്നതാണ്. ചെറിയ തിരുത്തൽ ഞാൻ വരുത്തുകയാണ്. 40 പരം എന്ന് പറഞ്ഞപ്പോഴേക്കും 45 വർഷമായി ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. കിരീടം എന്ന സിനിമ 1989 നിർമ്മിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അത് എനിക്കും എന്റെ പാർട്ണറായ ഉണ്ണിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു. രണ്ടുപേർക്കും അത് ഗുണവും ചെയ്യുകയും ചെയ്തു. സാമ്പത്തികമായിട്ട് ഗുണം കിട്ടിയ ഒരു പടം തന്നെയായിരുന്നു. കഴിഞ്ഞ 40 വർഷക്കാലത്തിൽ അധികമായി മലയാളം സിനി ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസറായും ആക്ടറായും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ദിനേശ് പണിക്കർ നമ്മൾ ഇന്ന് ബിസോഡിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വെൽക്കം ചെയ്യും. ഒരു 2002 ആയപ്പോഴേക്കും ഐ വാസ് ഡൗൺ ബൈ അബൌട്ട് 2.5 crores. അപ്പോൾ 2.5 crores 2002 എന്ന് പറയുമ്പോൾ 23 വർഷം മുമ്പ് ഇറ്റ് ഇസ് നോട്ട് എ വെരി സ്മോൾ എമൗണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ നല്ല എന്താ പറയുക കുറേ പ്രോപ്പർട്ടീസ് വാങ്ങിച്ചിടുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് അവിടെ ഇവിടെ കൊണ്ട് എല്ലാം വിറ്റാലേ നമുക്ക് കടം തീർക്കാൻ പറ്റും. ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ അങ്ങനെ പതുക്കെ ഇതെല്ലാം വിറ്റ് വന്നപ്പോഴേ 5-6 വർഷം എടുത്തു ഇതെല്ലാം കടങ്ങളൊക്കെ തീർത്ത് വരാനായിട്ട്. ഇതിനിടയിൽ ഞാൻ ഏറ്റവും വളരെ പോസിറ്റീവായിട്ട് വരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു വണ്ടി ഓടുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ വണ്ടി അവിടെ നിർത്തി വെച്ചിട്ട് വെയിറ്റ് അടുത്ത വണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് വേണ്ട, ഇത് എന്റെ പണിയല്ല. ഇപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവന്റ് മാനേജ്മെന്റ് എന്നൊരു മേഖല എനിക്ക് തുറന്നു തന്നു. അത് സംഭവിച്ച ഭയങ്കര രസകരമായിട്ടൊരു, ഞാൻ റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ഒരാളാണ്. പക്ഷെ എന്റെ ഈ സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ റോട്ടറി ക്ലബിന്റെ ചെറിയ പിന്നോക്കം അടിച്ചു ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ ട്രിവാൻഡ്രത്തുള്ള ഒരു സുഹൃത്ത് തന്നെ ശ്രീകാന്ത് എന്ന് പറയും. ശ്രീകാന്ത് പറഞ്ഞു, ദിനേശേ നിങ്ങൾ റോട്ടറിയിലൊന്നും ഇല്ല, പക്ഷെ എന്നെ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു എന്താ വേണ്ട കാന്താന്ന് ചോദിച്ചു. അപ്പൊ കാന്തം പറഞ്ഞു, ഞങ്ങൾ നാഗർകോവിലൊരു അസംബ്ലി ആണോ കോൺഫറൻസ് ആണോ എനിക്ക് ഓർമ്മയില്ല, ഒരു കോൺഫറൻസ് ഉണ്ട് റോട്ടറിയുടെ. അതിന് 2 ദിവസത്തെ എന്റർടൈൻമെന്റ് ചാർജ് ഞാനാണ്. അപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ദിവസം KS ചിത്രയെ കിട്ടുമെങ്കിൽ ചിത്രയുടെ ഒരു ഗാനമേള വേണം, ഒരു ദിവസം വേറെ എന്റർടൈൻമെന്റ് ഷോ വേണം. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല, ദിനേശ് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നോ. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ അവിടെയായിരുന്നു ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനത് ടേക്കപ്പ് ചെയ്ത് ഞാൻ KS ചിത്രയെ വിളിക്കുന്നു. ചിത്രയെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ചിത്ര വാസ് വെരി വെരി കോപ്പറേറ്റീവ്. കാരണം എന്റെ പടങ്ങളൊക്കെ പാടിയിട്ടുള്ളതാണ്. ചിത്രയായിട്ടും ചിത്രയുടെ ഹസ്ബൻഡ് വിജയനായിട്ടും ഒക്കെ വളരെ പേഴ്സണൽ ബന്ധമുണ്ട്. അപ്പൊ അവരൊക്കെ എനിക്ക് തന്നെ നല്ല കോൺട്രിബ്യൂഷൻ, അവർ ഒരു റേറ്റ് കുറച്ചുകൊണ്ട് അവർ ചെയ്തു തന്നു എനിക്ക്. അതിൽ തന്നെ എനിക്കൊരു കാര്യമായിട്ടൊരു ലാഭം കിട്ടി. പിന്നെ എനിക്ക് എൻ്റെ ഒരു പോസിറ്റീവ് പോയിന്റ് ഞാൻ കണ്ടിട്ടുള്ള എപ്പോഴും ഐ എം എ വെരി ഡിസിപ്ലിൻ പേഴ്സൺ. അപ്പൊ ഒരു ഡിസിപ്ലിൻ പേഴ്സണിന് മാത്രമേ ഇവന്റ് മാനേജ്മെന്റ് നടത്താൻ പറ്റൂ. നല്ല രീതിയിൽ നമുക്കൊരു എല്ലാം ഒന്ന് ക്രിയേറ്റിവിറ്റി വേണം. രണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു പങ്ക്ച്വാലിറ്റിയും അതിനുള്ള കാര്യങ്ങളെ കറക്റ്റായിട്ട് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു കഴിവും വേണം. ഇതെനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ഒരു 2 ഷോസും ഗംഭീര സക്സസ് ആയി. ഇതെല്ലാം കഴിയുമ്പോഴേക്കും അവിടെ ഷാജഹാൻ ജുവലറി എനിക്ക് അവസാനം ഒരു വലിയൊരു ടോക്കൺ ആയിട്ട് ഒരു ഗിഫ്റ്റ് തന്നവർ ഗോൾഡിന്റെ. അപ്പൊ അത്രയും സ്റ്റാർട്ടിങ് പോയിന്റ് ഗംഭീരമായി. പിന്നെ ഞാൻ വിചാരിച്ചു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി ഇപ്പൊ ഇതാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ 2003 ആയി കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ എനിക്കൊരു കോൾ വരുന്നു, ഒരു സീരിയൽ അഭിനയിക്കാനുണ്ട്. KK രാജീവ് എന്ന് പറയുന്ന സംവിധായകൻ. അപ്പൊ ഞാൻ വിചാരിച്ചു അഭിനയിച്ചോളെ, ഓക്കെ. അത് ആദ്യം നോയൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, അഭിനയിക്കുന്നു, തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. തുടക്കത്തിലുള്ള ആ പേടിയൊക്കെ ഒരുമാതിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. ഏതായാലും അന്ന് അഭിനയത്തിൽ ഞാൻ മോശമെല്ലാം തെളിയിച്ചത് കൊണ്ട് വീണ്ടും റോൾസ് എന്നെ തേടി വന്നു. ആദ്യം സീരിയലിലായിരുന്നു, പിന്നെ അവർക്ക് സിനിമയിലോട്ട് മാറി. അങ്ങനെ പതുക്കെ ഒരു നടനായിട്ട് മാറി. ഇവന്റ് മാനേജ്മെന്റ് ആണെങ്കിൽ ഞാൻ ഒരു ലോകം മുഴുവൻ ഇറങ്ങാൻ തുടങ്ങി. 5 പൈസ കയ്യിൽ ചെലവില്ലാതെ ഞാൻ ലോകം മുഴുവൻ ആഫ്രിക്കൻ കൺട്രീസ്, ടാൻസാനിയ, നൈറോബി, പിന്നെ അത് കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ്, UK, US, പിന്നെ പോർട്ട് ബ്ലെയർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മലേഷ്യ, ഓൾ കൺട്രീസ്. പിന്നെ ഓഫ്കോഴ്സ് ദുബായിൽ എനിക്കൊന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ഷോയ്ക്ക് വേണ്ടി തന്നെ എവറി മന്ത് ഐ യൂസ് ടു കം ആൻഡ് ഗോ. അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ലൈഫ് ഒന്ന് കംപ്ലീറ്റ് മാറി. അപ്പോൾ സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സിനിമയിലില്ല, പക്ഷെ എന്നാൽ എൻ്റെ ആക്ടിവിറ്റീസ് മുഴുവൻ സിനിമയാണ്. ചെറിയ രീതിയിൽ അഭിനയം,
അതേപോലെ തന്നെ ഇവന്റ് മാനേജ്മെന്റ് എല്ലാം സിനിമക്കാർ തന്നെ. അങ്ങനെ സിനിമ എന്നെ താഴെയിട്ടെങ്കിലും അതേ സിനിമ തന്നെ എന്നെ മുകളിലോട്ട് വളർത്തി ഒരു നല്ല ലെവലിൽ എത്തിച്ചു എന്നാണ് പരമാർത്ഥം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ബൈ സ്റ്റേജ് ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയത്. സാറേ, ഇതില് സാറിന്റെ ഈ ഒരു സക്സസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതെ, ആ ഒരു സ്ട്രെസ് എങ്ങനെയാണ് സാറേ മാനേജ് ചെയ്തത്? കാരണം കിരീടം എന്ന് പറയുന്നത് വലിയൊരു സക്സസിൽ നിന്ന് സാറ് പോകുന്ന ആ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് എങ്ങനെയാണ് സാറേ ആ ഒരു ജേണിയിൽ ഈ പറയുന്ന സൊസൈറ്റിയുടെ ആ ചോദ്യങ്ങളാകാം, സ്വയമേ ഉള്ളിൽ നിന്ന് വന്നതാകാം, അതെങ്ങനെയാണ് സാറേ ഹാൻഡിൽ ചെയ്യുന്നത്? അത് നല്ലൊരു ചോദ്യം. കാരണം പറഞ്ഞുതരാം,